ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത ലോക വയോജന ദിനം ഇടുക്കി രൂപതയിൽ സവിശേഷമായി ആചരിക്കണമെന്ന മാർ ജോൺ നെല്ലിക്കുന്നേൽ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. പിതാവിന്റെ നിർദ്ദേശമനുസരിച്ചാണ് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ ഇരട്ടയാർ അൽഫോൺസ ഭവനിൽ ലോക വയോജന ദിനാചരണം നടത്തിയത്. ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിനോർ ജോസ് കരിവേലിക്കൽ വയോജന ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. ആഗോള വയോജന ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഒരുപക്ഷെ ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന സമൂഹത്തിലെ ഒരു വിഭാഗത്തെ ആദരിക്കുവാനായിട്ട് മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. കേവലം 4 വർഷമേ ആയുള്ളൂ സമാനമായ ഒരു ആഘോഷം അല്ല ആചരണം സഭയുടെ നേതൃത്വത്തിൽ നടത്തി തുടങ്ങിയിട്ട്. മിസ്റ്റർ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുതിർന്നവരോടുള്ള വലിയ കരുതലിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ദിനം റോമിൽ മാത്രമല്ല ആഗോള സഭയിൽ വളരെ ഗൗരവമായ രീതിയിൽ തന്നെ ആഘോഷിക്കണം, ആചരിക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക. കാരണം ഇന്ന് നമ്മളൊക്കെ എന്തൊക്കെ ആയിരിക്കുന്നുവോ, ഇന്നത്തെ സമൂഹത്തിൽ എന്തെല്ലാം നമുക്കുണ്ടോ, വിശ്വാസപരമായി, ധാർമ്മികമായി, സാമൂഹികമായി എന്തൊക്കെയുണ്ടോ, അതിനൊക്കെ അടിസ്ഥാനപരമായ നിലനിൽക്കുന്ന സംഭാവന നൽകിയ വിഭാഗമാണ് ഈ സമൂഹത്തിലെ മുതിർന്ന തലമുറ. നമ്മുടെ ചിന്ത ഈ ഒരു ഭവനത്തിലെ കേവലം ഒന്നിച്ചുമാരിലേക്ക് മാത്രം ഒതുങ്ങി നിർത്താനുള്ളതല്ല. ഇത് നമ്മളൊരു സൗകര്യപ്രദമായ സ്ഥലം തിരഞ്ഞെടുത്തു എന്നേ ഉള്ളൂ. സമൂഹത്തിൽ വാർദ്ധക്യത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള, സമൂഹത്തിന് ഒത്തിരിയേറെ സംഭാവന നൽകിയിട്ടുള്ള, സഭയ്ക്ക് സംഭാവന നൽകിയിട്ടുള്ള, ആയിരുന്ന കാലഘട്ടത്തിൽ ഒത്തിരിയേറെ നേതൃത്വ മേഖലയിലായിരുന്നിട്ടുള്ള കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപത പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കേട്ട വയോജന ദിന സന്ദേശം നൽകി. 21 ആദ്യത്തെ വയോജന ദിനം പ്രഖ്യാപിച്ച് നടത്തിയത്. ഇത് 4ാമത്തെ വയോജന ദിനമാണ്. വയോജന ദിനം നടത്തുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പറയാൻ വേണ്ടിയിട്ട് രണ്ട് കൂട്ടരോടും പറയാൻ വേണ്ടിയിട്ട് 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന് പുതിയ തലമുറയോടാണ്. അവരോട് പറയാൻ വേണ്ടിയിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ പഴമക്കാരെ നമ്മൾ കൂടുതൽ കരുതലോടുകൂടി ചേർത്ത് പിടിക്കണം എന്നുള്ളതാണ്. ഈ വർഷം അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ള ആപ്തവാക്യം തന്നെ വാർദ്ധക്യത്തിൽ ഞങ്ങളെ തള്ളിക്കളയരുത് എന്ന് പറയുന്ന സങ്കീർത്തന വാചകമാണ് ഇതിൻ്റെ ആപ്തവാക്യമായിട്ട് എടുത്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അങ്ങനെ വാർദ്ധക്യത്തിൽ പ്രായമായവരെ ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുതൽ, സ്നേഹം, അവരോടുള്ള വാത്സല്യം പുതിയ തലമുറയ്ക്ക് ഉണ്ടാകണം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് വയോജനങ്ങളോടാണ്. പ്രായമൊക്കെ ആയിട്ടുണ്ട്, രോഗമൊക്കെ ഉണ്ട്, ക്ഷീണമൊക്കെ ഉണ്ട്, ശരീരവും മനസ്സുമൊക്കെ ഒരുപോലെ അങ്ങ് ഓടിയെത്തുന്ന രീതിയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയൊക്കെ എത്തുമ്പോൾ നഷ്ടധൈര്യമായിട്ട് പോകരുത്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകരുത്. നമ്മൾ ആരും തനിച്ചല്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രായമേറിയ ഒരാളായതുകൊണ്ട് അദ്ദേഹം വയോജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത്, നമ്മളാരും തനിച്ചല്ല, നമ്മളുടെ കൂടെ സഭയുണ്ട്, നമ്മളുടെ കൂടെ ഒരുപറ്റം ആളുകളുണ്ട് എന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകമെമ്പാടുമുള്ള എല്ലാ വയോജനങ്ങളോടും പറയുന്നുണ്ട്. ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, വയോജനങ്ങളെ കൂടുതൽ ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്കാരം രൂപീകരിച്ചെടുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വയോജന ദിനം ആചരിക്കുന്നത്. നമുക്ക് വലിയ അഭിമാനമുണ്ട്. കാരണം ഇടുക്കി രൂപത എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതുപോലെ വയോജന ദിനം വളരെ മാത്ര പ്രസക്തമായിട്ട് ആചരിക്കുന്ന മറ്റു രൂപതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ഗൗരവതരമായിട്ട് ഈ വിഷയത്തെ എടുക്കുകയും അഭിനന്ദ പിതാവ് എല്ലാ ഭക്ത സംഘടനകളോടും ബഹുമാനപ്പെട്ട വൈദികരോടും ഓർമ്മിപ്പിക്കുകയും ചെയ്ത് എല്ലാ ഇടവകകളിലും വയോജന ദിനം ആചരിക്കണം, എല്ലാ ഭക്ത സംഘടനകളുടെയും നേതൃത്വത്തിൽ വയോജന ദിനം നടത്തണം എന്നൊക്കെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അഭിനന്ദ പിതാവ് ഇന്ന് കനകക്കുന്ന് ഇടവകയിലെ 20ഓളം വയോജനങ്ങളുടെ ഭവനങ്ങളിൽ നേരിട്ടെത്തി സന്ദർശിക്കുകയും അവർക്ക് വയോജന ദിനത്തിൻ്റെ ആശംസകൾ നേരുകയും അവരെ ആദരിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട വികാരി ജനറാളച്ചന്മാരെല്ലാവരും തന്നെ ഇന്ന് വിവിധങ്ങളായിട്ടുള്ള ഇടങ്ങളിൽ ഈ വയോജന ദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. എല്ലാ ഇടവകകളിലും തന്നെ ഇന്ന് വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നടക്കുന്നതായിട്ട് നമ്മൾ അറിയുകയും ചെയ്തിരിക്കുന്നു. ഇത് വലിയ ഒരു സാക്ഷ്യമാണ് നമ്മൾ നൽകുന്നത്.
നമ്മുടെ എല്ലാ ആളുകളിലേക്കും ഇത്തരത്തിലുള്ള സന്ദേശം എത്തിക്കാൻ വേണ്ടി നമ്മളാവുന്നത് പോലെ പരിശ്രമിക്കുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇതൊരു ആചരണത്തിൻ്റെ ഭാഗമായിട്ട് ഒതുങ്ങിപ്പോകരുത് എന്ന് അഭിനന്ദ പിതാവ് പലയാവർത്തി ഈ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. ഇതൊരു സംസ്കാരമായിട്ട്, ജീവിത സംസ്കാരമായിട്ട് മാറണം. പ്രായമായവരെ ചേർത്ത് പിടിക്കുന്നൊരു സംസ്കാരം നമുക്കുണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. AKCC രൂപത വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു. മണ്ണിലെ ചെറുജീവനിൽ ഈശോ നീ നെഞ്ചിൽ ഒന്നു ചേരും നേരം ഈ കുഞ്ഞു ജന്മമെന്നും നിന്റേതായി അങ്ങേ സ്പർശം മതിയിൽ സൗഖ്യം പൂർണ്ണമാകും. ഇനി ഇന്നുമെന്നും നിന്റെ മാത്രം ഞാൻ. അടിയനിരണയേണി സ്തുതികളിൽ വാഴേണി ആരാധിക്കുന്നേ ഈശോയെ. മിഴി പൂട്ടി നിന്റെ മൊഴി കേൾക്കുവാൻ കരം കൂപ്പി നിന്നെ കണി കാണുവാൻ. മിഴി പൂട്ടി നിന്റെ മൊഴി കേൾക്കുവാൻ കരം കൂപ്പി നിന്നെ കണി കാണുവാൻ. പാതീയമായി എൻ്റെ ഉയിരാകുവാൻ തിരുവോസ്തിരൂപാനി കനിയണമേ. അടിയനിലണയേണി സ്തുതികളിൽ വാഴേണി ആരാധിക്കുന്നേ ഈശോയെ. രൂപത ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ, സിസ്റ്റർ ജോളി SMS, രൂപത ട്രഷറർ ജോസഫ് ചാണ്ടി തേവർപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് ജോസ് തോമസ് ഒഴുകയിൽ, അഗസ്റ്റിൻ പരത്തിനാൽ, ടോമി ഇളംതുരുത്തി, ജോയി വള്ളിയാന്തടം എന്നിവർ സംസാരിച്ചു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി വയോജനങ്ങളെ ആദരിക്കലും സ്നേഹസമ്മാന വിതരണവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. കത്തോലിക്ക കോൺഗ്രസ് രൂപതാ ഭാരവാഹികളായ ബിനോയ് കളത്തുകുന്നേൽ, ആദർശ് മാത്യു, തോമസ് കല്ലാട്ട് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് ഇരട്ടയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ. സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം.